പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോർത്ത് കൊറിയയിലെ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം അദ്ദേഹം ഈ കിം ജോങ് ഉന്നിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് 28 തരം ഹെയർ കട്ടുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അവിടുത്തെ ജനങ്ങൾ ആ രീതിയിലെ ഹെയർ കട്ട് നടത്താൻ പാടുള്ളൂ, മുടി വെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ തീർന്നു, തല പിന്നെ കാണില്ല. അവിടുത്തെ ജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും രഹസ്യ പോലീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഉണ്ടാവില്ല. ഈ ജനങ്ങൾ വീട്ടിൽ വെക്കേണ്ട കിം ജോങ് ഉന്നിൻ്റെ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ ആണ് ജനങ്ങൾ വീട്ടിൽ വെക്കേണ്ടത്. ആ വീട്ടിൽ വെക്കുന്ന ഫോട്ടോ വല്ല ഈ പറഞ്ഞ പോലെ വല്ല പൊടി പിടിച്ചതോ വല്ല പഴയതൊക്കെ ആണെങ്കിൽ പിന്നെ ആ ലോകത്ത് അവൻ ഉണ്ടാവില്ല. അപ്പോൾ ആ നിലയിൽ ജനങ്ങളുടെ ജീവിതമാകെ നിയന്ത്രിക്കുന്ന, ലോകത്തെ ഏകാധിപത്യം അതിൻ്റെ പരകോടിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ലോകത്തെ ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ. അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉൻ. സുഹൃത്തുക്കളെ, ഞാൻ ആ ഏകാധിപത്യത്തെക്കുറിച്ച് പറയാൻ എനിക്ക് തോന്നിയ ഒരു സംഭവം ഇന്ന് രാവിലെ ഉണ്ടായതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട യൂട്യൂബിലെ ഒരു വീഡിയോ ആണ്. ആ യൂട്യൂബിലെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനം നടത്തി പത്രക്കാരുമായിട്ട് തർക്കമുണ്ടായി അദ്ദേഹം എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നു, ക്ഷുഭിതനായി പിന്നെ സംസാരിക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. ആ സംഭവം ഒന്ന് വിശദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ പഴയ വിജയനെ അല്ലല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ 10 വർഷമായി കണ്ട വിജയൻ ആരായിരുന്നു? തീർത്തും ഏകാധിപതിയായി പത്രപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരു വിജയനാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം വരും, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയും, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. അനാവശ്യമായ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യില്ല. എത്രയോ മീറ്റർ അപ്പുറത്തെ പത്രപ്രതിനിധികൾക്ക് വന്ന് ഇരിക്കാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുള്ളത്, ആദ്യം അദ്ദേഹം ദേശാമാനി കൈരളി അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് ചോദ്യങ്ങൾ വാങ്ങിച്ചിട്ട് ആ ചോദ്യത്തിനുള്ള മറുപടി തയ്യാറാക്കി വന്നിട്ട് അവരെ കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കടക്കുപുറത്തെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി കേരളത്തിൽ തുടർന്നു പോകുന്ന ഒരു രീതിയായിരുന്നു ഓരോ ക്യാബിനറ്റ് കഴിയുമ്പോഴും മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനം. അത് നയനാരുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ആന്റണിയുടെ കാലത്തും PS-ൻ്റെ കാലത്തും ഒക്കെ തുറന്നു പോകുന്നിരുന്നതാണ്. പക്ഷേ അത് പിണറായി വിജയൻ വന്നതോടുകൂടി നിർത്തി. കഴിഞ്ഞ 10 വർഷക്കാലമായി ക്യാബിനറ്റ് തീരുമാനങ്ങൾ ജനങ്ങളോട് പറയാത്ത 2 ഭരണാധികാരികളേ ഉള്ളൂ. ഒന്ന് പിണറായി വിജയനും ഒന്ന് ശ്രീമാൻ നരേന്ദ്രമോദിയും. അങ്ങനെ നിർത്തിയിരുന്ന പത്രക്കാരെയൊക്കെ ഈ പറഞ്ഞ പോലെ ഏതോ നികൃഷ്ട ജീവികളെപ്പോലെ കണ്ടിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ആ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ പണി എന്താണെന്നറിയാവോ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും അഭിമുഖം കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും ചിലപ്പോൾ അഭിമുഖം തരാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ. അതായത് ഏതാണ്ട് ഒരു 10-20 യൂട്യൂബ് എന്ന് കേട്ടാൽ തന്നെ ഈ പറഞ്ഞ പോലെ വിറളി പിടിക്കുകയായിരുന്നു പിണറായി വിജയനെങ്കിൽ ഇന്ന് ഏത് യൂട്യൂബുകാരൻ ചെന്ന് ചോദിച്ചാൽ പോലും പിന്നെ അഭിമുഖം കൊടുക്കുന്ന നിലയിലേക്ക് അദ്ദേഹം തറയോളം താഴ്ന്നു വന്നിട്ടുണ്ട്. അതിനി അടുത്ത ഭരണം കിട്ടില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ആര് ചോദിച്ചാലും അഭിമുഖം കൊടുക്കും. ആ നിലയിലേക്ക് അദ്ദേഹം പിന്നെ കടന്നു വന്നിട്ടുണ്ട്, തരം താഴ്ന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഇന്നാണ് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തി അങ്ങ് പോയി. പക്ഷേ നിർത്തിപ്പോയപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, പത്രപ്രവർത്തകരുടെ ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു. അതുതന്നെ ഈ പറഞ്ഞ പോലെ വളരെ അസുലഭമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. സാധാരണഗതിയിൽ പത്രപ്രവർത്തകരിൽ നമ്മളിങ്ങനെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇതുപോലൊരു റിവോൾട്ട്, ഒരു എതിർപ്പ്, രോഷം, പ്രതിഷേധം ഒന്നും പത്രപ്രവർത്തകരുടെ നമ്മൾ കുറേ കാലമായി നമ്മൾ കാണാറില്ലായിരുന്നു. പിണറായി വിജയൻ്റെ മുന്നിൽ ഈ കുഞ്ഞാടുകളെ പോലിരിക്കുന്ന പത്രപ്രവർത്തകരെയാണ് നമ്മൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഏകപക്ഷീയമായി പിണറായി വിജയൻ പത്രസമ്മേളനം നിർത്തിപ്പോയപ്പോൾ അദ്ദേഹത്തോട് രൂക്ഷമായി പ്രതികരിക്കുന്ന പത്രപ്രവർത്തകരെ നമ്മൾ ആദ്യമായിട്ട് കണ്ടു. അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണുകയായിരുന്നു. ആ വീഡിയോ ഞാൻ എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ വീഡിയോ കേൾപ്പിക്കല്ല, വീഡിയോ നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം.
ദേശാഭിമാനി റിപ്പോർട്ടർമാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ നേരം ഇവിടെ ചോദിക്കുന്നുണ്ട്. മോശമാണ് ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോയിൽ ഒരു ചെറുപ്പക്കാരൻ പത്രപ്രവർത്തകൻ വളരെ അസ്വസ്ഥനായി നിന്ന് മുഖ്യമന്ത്രിയോട് പറയുന്ന എന്താണ്? CMA ഇത് വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയത് കേരള മുഖ്യമന്ത്രിയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായി. എന്നാൽ ഞാൻ കുറേ നേരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാതെ ചില ചോദ്യങ്ങൾക്ക് മാത്രം ചോദ്യം ചോദിച്ചുകൊണ്ട് പിന്നെ CM ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ പത്രപ്രവർത്തകൻ വളരെ ക്ഷുഭിതനായി എന്ന് പറയുന്നതല്ലേ നമ്മളിപ്പോൾ വീഡിയോയിൽ കൊണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ആവേശം തോന്നി. ഒരു പത്രപ്രവർത്തകൻ ആദ്യമായിട്ടാണ് ഇതുപോലെ മുഖ്യമന്ത്രി അടുത്തുനിന്ന് റിവോൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലം അല്ലായിരുന്നുവെങ്കിൽ ആ പത്രപ്രവർത്തകൻ ഇതിനുള്ളിൽ തന്നെ എണ്ണിക്കഴിഞ്ഞേനെ. ആ പത്രപ്രവർത്തനെതിരെ കലാപം സൃഷ്ടിക്കുന്നു പറഞ്ഞ് കേസുണ്ടാക്കി കേരളത്തിലെ സൈബർ പോലീസ് അവനെ പിടിച്ചകത്താക്കുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പായതുകൊണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ടും പോലീസ് ഇപ്പോൾ പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതുകൊണ്ടും അവന് സ്വസ്ഥമായി വീട്ടിൽ പോയി കഞ്ഞി കുടിച്ച് കിടക്കാം. അവിടെ നിൽക്കട്ടെ. എന്തായാലും ആ പത്രലേഖം പറയുന്നത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ശരിയല്ലല്ലോ എന്ന് പറയുന്നു. ഉടനെ തന്നെ അപ്പോൾ അത് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി തിരിഞ്ഞ് നടക്കുകയാണ്. ആ തിരിഞ്ഞ് നടക്കുന്ന മുഖ്യമന്ത്രി ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ മറുപടി പറയാതിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് ആണ്. അല്ല, അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ടാണ് അവിടെ നിന്നിരുന്നിട്ട് ചോദ്യം മനസ്സിൽ വെച്ചാൽ പോരാ, ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദ്യം ചോദിക്കണം, അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷുഭിതനായി സംസാരിച്ചിട്ട് അദ്ദേഹം വീണ്ടും ഓടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളം 10 വർഷം ഭരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് എന്ന് നമ്മൾ ഓർക്കണം. തെരഞ്ഞെടുപ്പ് കാലം എന്നുള്ള നിലയിലാണല്ലോ കുറച്ച് മയപ്പെട്ട് അദ്ദേഹം വന്നത്. പക്ഷേ എന്താണ് അവിടെ അദ്ദേഹം ചെയ്തത് നമുക്ക് മനസ്സിലായി. എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹം പത്രസമ്മേളനത്തിന് അവിടെ വന്നു. മുൻനിരയിൽ തന്നെ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും 7 പത്രലേഖകർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മുൻനിരയിൽ തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ 4-5 ചോദ്യങ്ങൾ വികസനത്തെക്കുറിച്ചും ഭരണ നേട്ടത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മുഖ്യമന്ത്രി മറുപടി പറയുന്നു. അപ്പോൾ പുറകിൽ നിന്ന് മറ്റ് പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ മറ്റ് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. SDP ആയിട്ടുള്ള ബന്ധം, അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. ആ ചോദ്യങ്ങളൊക്കെ അവർ പുറകിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി ചോദിക്കുന്നു. പക്ഷേ കേരള മുഖ്യമന്ത്രി അതിനൊന്നും മോഹം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചാനലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പത്രവും അവിടുത്തെ പ്രതിനിധികൾ മാത്രം ചോദിക്കുന്ന പിന്നെ ചോദ്യങ്ങൾക്ക് ഒരു 4-5 ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അതിനുശേഷം സ്വിച്ച് ഞെക്കി പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു, എഴുന്നേറ്റ് പോകും. എന്തൊരു അഹങ്കാരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. എന്തൊരു താൻ പ്രമാണിത്വം, എന്തൊരു താൻ പോരിമ എന്നാലോചിച്ച് നോക്കണം. എൻ്റെ നിങ്ങളുടെയൊക്കെ വോട്ട് നേടി അധികാരത്തിൽ കയറിയ ആളാണ് ഈ മാന്യൻ, ഈ മുഖ്യമന്ത്രി. അയാൾ വന്നിട്ട് അയാളുടെ മുമ്പിൽ ഇരിക്കുന്ന അയാളുടെ പാർട്ടി പത്രത്തിൻ്റെയും അയാളുടെ പാർട്ടിയുടെ ചാനലിൻ്റെയും ചോദ്യങ്ങൾ മാത്രം മറുപടി പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റങ്ങ് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് എത്ര ഭീകരമാണ് ഈ സ്ഥിതി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഇയാൾ ഒന്നുകൂടി അധികാരത്തിൽ വന്നാൽ ഇയാൾ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നായി മാറുമെന്ന് എൻ്റെ സുഹൃത്ത് പറയാൻ കാരണം അതാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ പാർട്ടി പത്രക്കാർ എഴുതി കൊടുത്ത ചോദ്യത്തിന് മാത്രം മറുപടി പറയുന്നു. വേറെ ഒരുപാട് ചോദ്യങ്ങൾ പുറകിൽ നിന്ന് വരുന്നു. അയാൾ അതിനൊന്നും മുഖം കൊടുക്കുന്നില്ല. അയാൾ മറുപടി പറഞ്ഞിട്ട് അഹങ്കാരത്തോടു കൂടി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അയാൾ പോകുന്നു. പോയി കഴിഞ്ഞ് പ്രതിഷേധമുണ്ടായപ്പോൾ അയാൾ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പത്രലേഖരെ വിമർശിക്കുന്നു, അവരെ ഭത്സിക്കുന്നു, അവരോട് തട്ടിക്കയറുന്നു. എന്നിട്ട് അയാൾ തിരിച്ചു പോകുന്നു. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഷാജാൻ ഒരു തവണയും കൂടെ അധികാരത്തിൽ വന്നാൽ കിം ജോങ് ഉന്നിൻ്റെ അനുഭവം ഇവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കിം ജോങ് ഉന്നിൻ്റെ അനുഭവം ഞാൻ അവിടെ എന്താണ് നടക്കുന്നുള്ളത് ഞാനിപ്പോൾ ആമുഖമായിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറയുന്നു. എന്നാലോചിച്ച് നോക്ക്, ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന്. അയാളുടെ ആളുകളെ കൊണ്ടുവന്നിരുത്തുന്നു, അവരോട് ചോദ്യം ചോദിക്കുന്നു, അതിന് മാത്രം അയാൾ മറുപടി പറയുന്നു. അത് കഴിയുമ്പോൾ അയാൾ എഴുന്നേറ്റ് പോകുന്നു. ഇത് ഏകാധിപത്യത്തിൻ്റെ അങ്ങേ അറ്റമല്ലേ സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കട്ടെ, ഇത് ഏറ്റവും വലിയൊരു ഏകാധിപത്യം ചെയ്യുന്നൊരു പ്രവർത്തനമല്ലേ ഇത്? സാധാരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പോലും ഏകാധിപതികളായിട്ടുള്ള നേതാക്കന്മാരും കുറെ താഴ്ന്നു വന്നിരുന്ന കുറേ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോകാറുണ്ട്. കാരണം എന്താണ്? ജനങ്ങളുടെ വോട്ട് വേണമല്ലോ അവർക്ക്.
പക്ഷേ ഇവിടെ ഇയാൾക്ക് ജനങ്ങളുടെ വോട്ടൊന്നും ഇയാൾക്ക് പ്രശ്നമല്ല. ജനങ്ങളുടെ വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇയാൾക്ക് ഇയാളുടെ അധികാരം, ഇയാളുടെ ഏകാധിപത്യം, ഇയാളുടെ അപ്രമാദിത്വം, ഇയാളുടെ അഹങ്കാരം, ഇതാണ് ഇയാൾക്ക് പ്രധാനമെന്നല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. എത്രയോ ചോദ്യങ്ങൾ പുറകിൽ നിന്ന് വരുന്നു. ആ ചോദ്യങ്ങളൊന്നും കേട്ടതായിട്ട് പോലും ഇയാൾ ഭാവിക്കുന്നില്ല. അയാളുടെ ആളുകൾ പറഞ്ഞ ചോദ്യം ചോദിക്കുന്നു, അത് കേൾക്കുന്നു, അയാൾ പോകുന്നു. എന്തൊരു ഭരണാധികാരിയാണിത്. ഈ ഭരണാധികാരിയെ ജനങ്ങൾ വെച്ച് പൊറപ്പിക്കാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ? ഈ ഭരണാധികാരി ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു തവണയും കൂടെ അധികാരത്തിലെത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പെടലിക്കുമ്പോൾ തല കാണില്ല പല ആളുകളുടെയും, ഒരു സംശയവുമില്ല. ഇയാൾ ഈ 10 വർഷം അധികാരത്തിലിരുന്ന സമയത്ത് തന്നെ എന്നെ 8 ദിവസം പിടിച്ച് അനധികൃതമായി ജയിലിലിട്ടു, പിന്നീട് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, പിന്നീട് എൻ്റെ വീട്ടിലൊന്ന് റെയ്ഡ് നടത്തി. അതൊക്കെ ഇപ്പം തന്നെ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ നിലയിൽ പോയാൽ, ഒരു തവണയും കൂടെ അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് അയാൾ നമ്മുടെ മുമ്പിൽ തന്നത്. യഥാർത്ഥത്തിൽ അയാളുടെ സ്വഭാവം എന്താണെന്നല്ലേ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അയാൾ മോഹൻലാലിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് ചിരിച്ച ചിരി എന്ന് പറയുന്നത് ഏറ്റവും കൃത്രിമമായിരുന്നു എന്നുള്ളതല്ലേ ഇപ്പോൾ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? വീട്ടിൽ പോയി ചോദിക്കുക. ആലോചിച്ച് നോക്ക്. ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, മുഖ്യമന്ത്രിയോട് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്, അയാൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പത്രലേഖകർ ചോദിച്ചപ്പോൾ നിങ്ങളെന്താ എൻ്റെ പത്രസമ്മേളനം അലങ്കോലമാക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. ഇന്ന് ചെയ്തത് ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. ആ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് 5 വർഷം കൂടുമ്പം തെരഞ്ഞെടുപ്പ് വരും. നമുക്ക് 2021 പറ്റിയൊരു വലിയ കൈത്തെറ്റുണ്ട്, ഇയാളെ വീണ്ടും ഒന്നുകൂടി അധികാരത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഏകാധിപതിയെ, ഈ നോർത്ത് കൊറിയയിലെ കിം ജോങ് സുൻ എന്ന് പറയുന്ന അയാളുടെ കേരള പതിപ്പായിട്ടുള്ള ഇയാളെ അധികാരത്തിൽ നിന്ന് എന്നേക്കുമായി ഇറക്കി വിടാൻ, ഇയാളോട് വീട്ടിൽ പോയിരിക്കുക എന്ന് പറയാൻ. ഇയാൾ നമ്മളോടാണല്ലോ ഇപ്പോൾ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു, വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞു. നമുക്ക് അയാളോട് പറയണം വീട്ടിൽ പോയി ചോദിക്കുന്നല്ല, നിങ്ങൾ വീട്ടിൽ പോയി ഇരിക്കൂ എന്ന് പറഞ്ഞ് അയാളെ തിരിച്ച് പിണറായിയിലെ തായ്ക്കണ്ടി വീട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് റിവോൾട്ട് ചെയ്ത, അദ്ദേഹത്തോട് പ്രതിഷേധിച്ച, അദ്ദേഹത്തോട് രോഷം പ്രകടിപ്പിച്ച ആ ചെറുപ്പക്കാരനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ മാധ്യമപ്രവർത്തകർ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ആവേശകരമായിരുന്നു ഈ പത്രപ്രവർത്തകൻ്റെ പ്രതികരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഏകാധിപതിയോട് നെഞ്ചു വിരിച്ചു നിന്ന് CMA മോശമായി പോയി എന്ന് പറഞ്ഞ ആ മാധ്യമപ്രവർത്തകനോട് ഉള്ള എൻ്റെ ഐക്യദാർഢ്യം, ആ മാധ്യമപ്രവർത്തകനോട് ജനങ്ങൾക്ക് വേണ്ടി എനിക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഏകാധിപതിയെ ഏപ്രിൽ 9 ഈ ഏകാധിപത്യ ഭരണം, ഈ അഹങ്കാരം, ഈ താൻപോരിമ, ഈ താൻപ്രമാണിത്വം ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഏപ്രിൽ 9 നമ്മൾ ആ പോളിംഗ് ബൂത്തിൽ ചെന്ന് സ്വിച്ചിൽ ഞെക്കുമല്ലോ, അതോടുകൂടി ഇയാളുടെ ഏകാധിപത്യം സ്വിച്ച് ഇട്ടതുപോലെ അവസാനിപ്പിക്കാനുള്ള സുവർണ അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.